പാലായിൽ വിമതർക്കിടെ തർക്കം തുടരുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം. പാലായിൽ വിമതർ ചൂണ്ടിക്കാട്ടിയ ആൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ഇടതുമുന്നണി അവർ വ്യക്തമാക്കുന്നു. ഇടതുമുന്നണിയിൽ ഭിന്നതയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് എതിർ വിഭാഗമാണ്. വൈസ് ചെയർമാൻ്റെ കാര്യത്തിലും വിമതർ ചൂണ്ടിക്കാണിക്കുന്ന ആളെ അംഗീകരിക്കും. കേരള കോൺഗ്രസ് നേരിട്ട് ഭരണത്തിന് ശ്രമിക്കില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാവ് ബിജു പാലൂപ്പടവൻ വ്യക്തമാക്കി. അല്ല, കേരള കോൺഗ്രസ് നിലപാട് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയല്ലോ. അതായത് ഞങ്ങൾ വളഞ്ഞ വഴിയിലൂടെ പറഞ്ഞു പിടിക്കാനില്ല. അതായത് അവിശ്വാസത്തെ പിന്തുണച്ച കൗൺസിലർമാരുണ്ട്, നീതിക്ക് വേണ്ട പോരാട്ടത്തിൽ പിന്തുണച്ച കൗൺസിലർമാരുണ്ട്. അവർ വ്യക്തമായ തീരുമാനം ആരാണ് അവരുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി എന്ന് ഞങ്ങളെ അറിയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി കൂടി ഞങ്ങളുടെ തീരുമാനം അറിയിക്കുമെന്നാണ് അറിയിച്ചത്. അത് പ്രകാരം ഞങ്ങൾ അവരുടെ തീരുമാനം മായാ രാഹുലാണ് ഞങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചു. അതിനുശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ അധ്യക്ഷതയിൽ പാർലമെന്ററി പാർട്ടി പങ്കെടുത്തു കൂടി. അതിനകത്ത് മായാ രാഹുലിനെ ഞങ്ങൾ ഏകണ്ഠമായിട്ട് അംഗീകരിച്ചു. പാലയിൽ മായാ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആകുമെന്ന് കോൺഗ്രസ് വിമതൻ ടോണി തൈപ്പറമ്പനും പറയുന്നു. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ചർച്ചകൾ തുടരുകയാണ്. ആരെങ്കിലും ഒരാൾ പിൻവാങ്ങിയാൽ അത് നീക്കങ്ങളെ ബാധിക്കില്ലെന്നും ടോണി തൈപ്പറമ്പൻ പറഞ്ഞു. തീരുമാനം ഓൾറെഡി അറിഞ്ഞല്ലോ. മായാ രാഹുൽ നമ്മുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വൈസ് ചെയർമാനുമായി വരും. അപ്പോൾ എല്ലാ പിന്തുണ ഇപ്പം ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ഇടതുപക്ഷം ഞങ്ങളെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞു. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ UDF ഒന്ന് രണ്ട് കൗൺസിലർമാരെ ഞങ്ങളെ സമീപിച്ചായിരുന്നു. അവർ വിപ്പ് ബാധകമല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ 26 കൗൺസിലർമാരിൽ ആരൊക്കെ ഞങ്ങളെ പിന്തുണച്ചാലും ഞങ്ങളെ സ്വീകരിക്കും. ഒരാൾ പിന്മാറുന്നതല്ലല്ലോ, ഇതൊരു കൂട്ടായ്മയല്ലേ. ഈ 4 പേരും ഇടതുപക്ഷത്തിൻ്റെ 12 വോട്ട് ഓക്കെയാണ്. അതിനോടൊപ്പം തന്നെ UDF ആര് വോട്ട് ചെയ്താലും ഞങ്ങളെ സ്വീകരിക്കും. പാലയിൽ UDFിൻ്റെ നിലപാടും ഇന്നറിയാനാവും. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാലയിൽ പുതിയ ചെയർമാൻഷിപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ? മറ്റ് അട്ടിമറി സാധ്യതകൾ എന്തെങ്കിലും പാലയിൽ പ്രതീക്ഷിക്കണോ? ഈ വിമതന്മാർക്കിടയിൽ ചില ഭിന്നത ഉണ്ടായതാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു അല്പം ആത്മവിശ്വാസം കൂടിയിട്ടുള്ളത്. ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ്, കോട്ടയം MP ഉൾപ്പെടെയുള്ളവർ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് യോഗം വിളിച്ചു. 3 മണിക്ക് അവരുടെ തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യും. ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് റിയ ചീരാങ്കുഴി കോൺഗ്രസ് അംഗമാണ്, മുൻ ഇടത് കൗൺസിലറിന്റെ ബന്ധു കൂടിയാണ്. റിയ അങ്ങനെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഒരുമിച്ച് ഇത്ര ആളുകൾ 5 പേരോളം ഈ ഇതിൽ നിന്ന് മാറി നിന്നിട്ടും അതായത് ഒരുമിച്ച് വിമതന്മാരായി മാറിയതാണ്. അതിനിടയിൽ ലിസിക്കുട്ടി നിലപാട് മാറ്റിക്കൊണ്ട് കോൺഗ്രസിന് അനുകൂലമായ നിലപാടെടുത്തതാണ് ഇതിലൊരു ടേണിംഗ് പോയിന്റായി മാറിയിട്ടുള്ളത്. എന്തായാലും ടോണി തൈപ്പറമ്പിലും അതോ ബിജു മാത്യൂസോ ഇതിൽ രണ്ടിൽ ഒരാൾ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷകൾ. പക്ഷേ ഇവർക്കിടയിലും ചില തർക്കങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കോൺഗ്രസ് പ്രതീക്ഷയോടെ കാണുന്ന ഘടകം. എന്തായാലും മായാ രാഹുൽ 13ാമതായി, അതായത് 12 ഇടത് കൗൺസിലർക്കൊപ്പം 13ാമതായി വരുമ്പോൾ പിന്നെ ഒരാളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ വലിയ ട്വിസ്റ്റ് ഇല്ലാതെ പാലയിൽ ഭരണം ഇടതുമുന്നണിക്ക് ഫലത്തിൽ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അവിടെ ഈ അയോഗ്യത നീക്കവുമായി അതിശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ എത്ര നാൾ ഈ ഭരണവുമായും തുടരാൻ കഴിയും എന്ന ഒരു ആശങ്ക ഈ വിമത കൗൺസിലർമാർക്കിടയിലും ഉണ്ട്. എന്തായാലും അവസാന നിമിഷം വരെ ട്വിസ്റ്റുകൾക്ക് സാധ്യതയുള്ള സാഹചര്യം തന്നെയാണ്. നാളെ രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം ഫലത്തിൽ ചർച്ചയ്ക്ക് എടുക്കുക. എന്തായാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇടതുമുന്നണിയുടെ 12 അംഗങ്ങളും മായാ രാഹുലൂടെ ചേർന്നാൽ 13ആയി. ഒരാളുടെ കൂടെ പിന്തുണ നേടിയാൽ തന്നെ ഇടതുമുന്നണിക്ക് പാലയിൽ ഭരണം പിടിക്കാം. സജിത്ത്, അതാണ്, പാലയിൽ അട്ടിമറി സാധ്യതകളൊന്നുമില്ല എന്ന് ആണ് കരുതുന്നത്. എന്തായാലും UDFന്റെ നീക്കം ഉച്ചയ്ക്ക് ശേഷം വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.